ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. കാർമൽ റൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനലിലെ സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങളെ, പരിശുദ്ധ അമ്മയോടൊപ്പം വലിയ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി ആയിരിക്കുമ്പോൾ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം, വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം, വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം, ഇതിലെ ചില വചനങ്ങൾ പറഞ്ഞുകൊണ്ട് സിസ്റ്റർ പറയുകയാണ്, കർത്താവിന്റെ മഹത്വം ഇന്ന് വിട്ടുപോകുന്ന ഒരവസ്ഥ സിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മർക്കോസ് 16:15 നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. രണ്ടാമതായി ലൂക്ക 4:18 കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ. വീണ്ടും റോമ 9:17 ഭൂമിയിലെങ്ങും എന്റെ നാമം പ്രഘോഷിക്കപ്പെടുന്നതിനും എന്റെ നാമത്തിന്റെ ശക്തി നിന്നിലൂടെ വെളിപ്പെടുന്നതിനു വേണ്ടിയാണ് ഞാൻ നിന്നെ ഇത്രമാത്രം ഉയർത്തിയത്. ഈ വചനങ്ങളുടെ അഭിഷേകം ഏത് സന്യാസ സഭകളിലെ അല്ലെങ്കിൽ വൈദികരിലെ, സിസ്റ്റേഴ്സിലെ, അൽമായരിലെ, കൂട്ടായ്മകളിലെ, കുടുംബ കൂട്ടായ്മകളിലെ, സംഘടനകളിലെ, ഇടവകകളിലെ, ഫ്രോണകളിലൊക്കെ എവിടെ കുറഞ്ഞു വരുന്നുവോ അവിടെ കർത്താവിന്റെ മഹത്വം വിട്ടുപോകുന്നതായിട്ട് വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. അതുകൊണ്ട് മർക്കോസ് 16:15, ലൂക്ക 4:18, റോമ 9:17 പ്രിയപ്പെട്ടവരെ, ഈ കാര്യത്തിന് ആദ്യം നിങ്ങൾ ദൈവരാജ്യം, ആദ്യം തന്നെ വിശ്വാസ രൂപീകരണത്തിന് അത്രയും പ്രാധാന്യം കൊടുക്കുമ്പോൾ സന്യാസ സഭകള്, പ്രോവിൻസുകള് തഴച്ചു വളരുന്നതും അല്ലാത്തവർക്ക് ദൈവവിളി അറ്റുപോകുന്നതായിട്ടും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ജാഗ്രതയോടെ വളരെ സൂക്ഷ്മമായിട്ട് ഏതിനാണ് പ്രഥമ സ്ഥാനം കൊടുക്കേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുമ്പോൾ ആ വഴിക്ക് നീങ്ങണം. അതിനുള്ള സഹോദരങ്ങളെ ഒരുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അവരെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുക ഈ കാലഘട്ടത്തിന്റെ അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. ആമേൻ.